നമസ്കാരം. കോടിയേരി ബാലകൃഷ്ണന് മറുപടിയുമായി എൻ എസ് എസിനെതിരെ വാളോങ്ങാനോ രാഷ്ട്രീയം പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ കോടിയേരി ബാലകൃഷ്ണന് അവകാശമില്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ആരെയും ഭയപ്പെടുത്താൻ NSSന് ഉദ്ദേശമില്ല എന്നും ജി സുകുമാരൻ നായർ വിശദമാക്കുന്നു. അനാവശ്യമായി ഏതെങ്കിലും വിഷയത്തിൽ NSS ഇടപെടുകയോ വിലപേശൽ നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ NSS ഇടപെട്ടിട്ടില്ല എന്ന് ജി സുകുമാരൻ നായർ വിശദമാക്കി. ആരുമായും നിഴൽ യുദ്ധത്തിനില്ല. ശബരിമല നിലപാട് രാഷ്ട്രീയം നോക്കി അല്ലെന്നും ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ശബരിമല വിഷയത്തിൽ ആരെയും ഭയപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്നും ആരുമായും നിഴൽ യുദ്ധത്തിനില്ല എന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. CPMന്റെ എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ NSS ഇടപെട്ടിട്ടില്ല. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനോട് ആരംഭം മുതൽ സൗഹൃദ നിലപാടെ NSS സ്വീകരിച്ചിട്ടുള്ളൂ. അനാവശ്യമായി ഏതെങ്കിലും വിഷയങ്ങളിൽ വിലപേശൽ നടത്തുകയോ ഇടപെടുകയോ NSS ചെയ്തിട്ടില്ല. ഈശ്വര വിശ്വാസവും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും നിലനിൽക്കണം എന്ന വ്യക്തമായ നിലപാട് NSSനുണ്ട്. അതിനാൽ ഇതു സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ആരംഭത്തിൽ തന്നെ കക്ഷി ചേർന്ന് വിശ്വാസം സംരക്ഷിക്കാൻ NSS നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ യുവതീ പ്രവേശം സംബന്ധിച്ച വിധി വന്നപ്പോൾ NSS റിവ്യൂ ഹർജി ഫയൽ ചെയ്തു. വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ കോടതിയുടെ സാവകാശം ചോദിക്കാതെയും വിശ്വാസികളുടെ വികാരം കണക്കിലെടുക്കാതെയും പെട്ടെന്നു തന്നെ വിധി നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചത്. ഈ നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയ അവസരത്തിൽ തന്നെ സർക്കാരിനെ നയിക്കുന്ന പ്രധാന പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാണ് NSS വ്യക്തമാക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ തിടുക്കം കാണിക്കരുത്. കോടതിയിൽ ഒരു സാവകാശ ഹർജി ഫയൽ ചെയ്ത് റിവ്യൂ ഹർജിയുടെ തീരുമാനം വരുന്നതുവരെ നടപടികൾ നിർത്തിവെക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതല്ല ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങളുമായി സൗഹൃദത്തിൽ പോകുന്ന NSSന് വിശ്വാസികളോടൊപ്പം നിൽക്കേണ്ടി വരുമെന്നും അന്നേ വ്യക്തമാക്കിയതാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. എന്നാൽ സർക്കാർ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഒന്നും ഉണ്ടാകാതെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് കണ്ട് ഒരു സാമൂഹിക സംഘടനയുടെ ഉത്തരവാദിത്വപ്പെട്ട ആള് എന്ന നിലയിൽ വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോടിയേരി വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നിരീശ്വരവാദികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ വമ്പിച്ച പോലീസ് സന്നാഹത്തോടെ സന്നിധാനത്തേക്ക് കയറ്റിക്കൊണ്ടുപോയപ്പോൾ വിശ്വാസികളുടെ മനോവേദന മനസ്സിലാക്കി ഇതൊന്ന് നിർത്തിവെക്കുന്ന പക്ഷം ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാമെന്നുവരെ അറിയിച്ചു എന്നാണ് ജി സുകുമാരൻ നായർ ഇപ്പോൾ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകഴിഞ്ഞ് ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുമായും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിനെയും അവഗണിച്ചുകൊണ്ട് അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഈശ്വര വിശ്വാസവും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വിശ്വാസി സമൂഹത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ NSSന് തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമായിരിക്കുന്നത്. അതിൽ NSS രാഷ്ട്രീയം കണ്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇക്കാരണം കൊണ്ട് NSSനെതിരെ വാളോങ്ങാനോ NSSന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെ വിമർശിക്കാനോ NSSനെ രാഷ്ട്രീയം പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ കോടിയേരി ബാലകൃഷ്ണനോ അനുയായികൾക്കോ ധാർമ്മികമായ അവകാശം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു.